ഇന്ന് CM മടവൂരാണ് ഈ മുസ്ലിയാക്കന്മാരുടെ വായിൽ ലോകത്തിന്റെ മൊത്തം കൺട്രോളർ. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്ന ഇസ്ലാമിനൊരു മുസ്ലിമിന് ആലോചിക്കാൻ പോലും കഴിയാത്ത, അങ്ങനെ വിശ്വസിക്കൽ പിന്നെയല്ലേ പറയാൻ പോലും പറ്റാത്ത, ആലോചിക്കാൻ പോലും പറ്റാത്ത അത്രമേൽ അപകടം പിടിച്ച വാദങ്ങളാണ് ഇന്നിവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് കേൾക്കാം. നിങ്ങൾക്ക് CM-നെ കുറിച്ച് പറഞ്ഞ് എവിടെ എത്തിയെന്ന അങ്ങേയറ്റത്തെ കുഫ്റിന്റെ വാചകം, കുഫ്റിന്റെ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ആ പ്രസംഗം സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ശൈഖുന മുദബ്ബിറുൽ ആലമാണ്. ശൈഖുനാക്ക് സർവ അധികാരങ്ങളും അതിനുള്ള തസ്രീഫാത്തുകൾ, ക്രയവിക്രയാധികാരങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. വിശ്വസിച്ചോളണം. അത് യഥേഷ്ടം അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള അധികാരങ്ങളുമുണ്ട്. ഇപ്പൊ അതിനൊക്കെ നിഷേധിക്കയാള്. അങ്ങനെ ഔലിയാക്കൾക്ക് യഥേഷ്ടം കറാമത്ത് പ്രകടിപ്പിക്കാൻ കഴിയൂല. എത്രമാത്രം അബദ്ധ ജടിലമായ പരിശുദ്ധ അഹ്ലുസുന്നയുടെ അടിസ്ഥാനപരമായ വിഷയമായാണ് നിഷേധിക്കുന്നത്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് യഥേഷ്ടം അവർക്ക് നൽകിയിരിക്കുന്ന ക്രയവിക്രയാധികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയൂല എന്നൊരാൾ വാദിച്ചാൽ പിന്നെ എങ്ങനെയാണോ നീ ഇസ്തിഗാസ നടത്തുക? എങ്ങനെയാ ഇസ്തിഗാസ നടത്തല്? അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? സ്വതന്ത്രമായി ക്രയവിക്രയ അധികാരമുണ്ടത്ര. തസറുഫാത്ത്, അല്ലാഹു തആലയുടെ എല്ലാ കാര്യങ്ങളിലും ക്രയവിക്രയ അധികാരം അവർക്കുണ്ട്. അത് സ്വതന്ത്രമായി ചെയ്യുന്ന, എങ്ങനെയും ചെയ്യാൻ, എന്തും ചെയ്യാനുള്ള സ്വതന്ത്രമായ തസറുഫാത്ത്. റഹ്മാനായ റബ്ബിന്റെ മുഴുവൻ കാര്യങ്ങളിലും അവർക്ക് ക്രയവിക്രയ അധികാരമുണ്ട്. അത് വിശ്വസിച്ചോളണം. എന്താ അല്ലെങ്കിൽ പ്രശ്നം? അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സ്വതന്ത്രമായ അധികാരമില്ല എന്ന് വന്നാൽ പിന്നെ എങ്ങനെ ഇസ്തിഗാസ ചെയ്യാതെ? ശരിയാണ്, ഇസ്തിഗാസ ചെയ്യണമെങ്കിൽ സ്വതന്ത്ര അധികാരമുണ്ട്, വിശ്വസിക്കണം. ഇസ്തിഗാസ ഇസ്ലാമിനുണ്ടോ പടപ്പുകോട്? ഒരിക്കലുമില്ല. അപ്പൊ ഇല്ലാത്ത ഇസ്തിഗാസയെ കൊണ്ടുവന്നു. അത് സ്ഥാപിക്കാൻ വേണ്ടി അവർക്കെല്ലാം സ്വതന്ത്രമായ അധികാരമുണ്ട്, കഴിവുണ്ട് എന്ന ഒരു വിശ്വാസം ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ആ കഴിവ് ഇല്ല എന്ന് വന്നാലോ പിന്നെ ഇസ്തിഗാസ ഇല്ല. സ്വതന്ത്രമായ യഥേഷ്ടമായി ഔലിയാക്കന്മാർക്ക് വിളി കേൾക്കാൻ കഴിയില്ല, ഉത്തരം ചെയ്യാൻ കഴിയില്ല, അങ്ങനെ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് വിശ്വാസമെങ്കിൽ പിന്നെ ഇസ്തിഗാസ ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, ഇസ്തിഗാസ ചെയ്താൽ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ഇസ്തിഗാസ ശരിയാകണമെങ്കിൽ സ്വതന്ത്രമായ അധികാരമുണ്ട് എന്ന് വരണം. ആ അധികാരം ഇല്ലെങ്കിൽ ഇസ്തിഗാസ ഇല്ല. ഇസ്തിഗാസ ഇല്ലെങ്കിൽ മാലയില്ല, മൗലിദില്ല, റാത്തീബില്ല, കുത്തുബിയത്തില്ല, ജാറങ്ങളില്ല, മടഞ്ഞകാര്യം അറിയലില്ല, ഈ വക ഏർപ്പാടുമില്ല. അതൊന്നുമില്ലെങ്കിൽ പിന്നെ സമസ്തയില്ല. സമസ്ത ഉണ്ടാക്കിയതെന്തിനാ? നമ്മൾ നേരത്തെ കേട്ടു. ഓസ്രാലമെ വിളിക്കാൻ പറ്റുമെന്ന് സ്ഥാപിക്കാനാണ് ഈ പ്രസ്ഥാനം ഉണ്ടായതെന്ന് അവർ തന്നെ പറഞ്ഞു. അപ്പൊ അത് സ്ഥാപിക്കപ്പെടണമെങ്കിൽ യഥേഷ്ടമുള്ള കഴിവുണ്ട് എന്ന് ഇവിടെ വിശ്വസിപ്പിച്ചോളണം. അതാ ഉസ്താദ് ചോദിച്ചത്. അങ്ങനെ യഥേഷ്ടം കഴിവില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇസ്തിഗാസ ചെയ്യാം? സഹോദരങ്ങൾ, യഥേഷ്ടം കഴിവുമില്ല, ഇസ്തിഗാസ ചെയ്യാൻ വകുപ്പുമില്ല. അതാ ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനെ ഒരു കഴിവ് ആർക്കുമില്ല. നബിതങ്ങൾ പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥന, വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. അല്ലാഹുവേ, വലാ തകിൽനി ഇലാ നഫ്സി, എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ല അല്ലാഹ്. തുർഫത ഐൻ, ഒരു കണ്ണ് ചെമ്മി തുറക്കുന്ന സമയം പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല അല്ലാഹ്. നബിതങ്ങളെ പ്രാർത്ഥന. പടച്ചറബേ, കണ്ണു ചെമ്മി തുറക്കുന്ന ഒരു നിമിഷ നേരത്തേക്ക് പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല എന്ന് നബിതങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ഇവിടെ CM മടവൂരിനെ കുറിച്ച് പറയുന്നു. CM മുദബ്ബിറുൽ ആലമാണത്രേ. നഊദു ബില്ലാഹ്. എന്താ മുദബ്ബിറുൽ ആലം എന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തി? മുദബ്ബിറുൽ ആലം, ആലം എന്ന ലോകം എന്ന മലയാളത്തിൽ പറയാം. ആലമിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകുന്ന വിശദീകരണങ്ങൾ കാണാം. അൽ ആലമു മാ സിവല്ലാഹി തആല ഔ മാ സിവൽ ബാരി സുബ്ഹാനഹു വ തആല. അല്ലാഹു തആല അല്ലാത്ത ബാക്കിയെല്ലാം, അതാണ് ആലം. ആലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ ആലമിന്റെയും റബ്ബായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ആലം എന്നാൽ മാ സിവല്ലാഹ്, അല്ലാഹു തആല അല്ലാത്ത ബാക്കി എല്ലാത്തിനെയും പറയുന്ന പേരാണ് അൽ ആലം.
മുദബ്ബിറുൽ ആലം ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം അല്ലാഹു തആലയാണ്. മക്കത്തെ മുശ്രിക്കിനോട് ചോദിക്കാൻ അല്ലാഹു തആല നബിയോട് പറയുന്നു, വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് ചോദിക്കൽ നബിയെ അവരോട്. ആരാണ് മുദബ്ബിറുൽ അംറ? വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മുദബ്ബിർ ആരാ എന്ന് ചോദിച്ചാൽ മക്കത്തെ മുശ്രിക്കിന്റെ മറുപടി അല്ലാഹു ആണ് മുദബ്ബിറുൽ അംർ എന്നാണ്. ഇവിടെ 30-40 കൊല്ലം കിതാബോദി എന്ന് പറയുന്ന ഉസ്താദുമാര് പറയുന്നു മുദബ്ബിറുൽ ആലം സിഎം ആണ്. നഊദു ബില്ലാഹ്. മുദബ്ബിറുൽ ആലം എന്നാൽ എല്ലാ ലോകത്തിന്റെയും കൺട്രോളർ, അല്ലാഹു തആല ഒഴികെ ബാക്കിയെല്ലാം, അതാണ് ആലം. മുദബ്ബിറുൽ ആലം, പടച്ച റബ്ബല്ലാത്ത ബാക്കി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ ഇന്ന് സിഎം മടവൂരാണത്രേ. സുബ്ഹാനല്ലാഹ്. പറയാൻ പറ്റുമോ സഹോദര? റബ്ബുൽ ആലമീൻ എന്ന വാക്കിന്റെ മറ്റൊരു പദമല്ലേ മുദബ്ബിറുൽ ആലം? റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണോ അതേ അർത്ഥമുള്ള മറ്റൊരു പദമാണ് മുദബ്ബിറുൽ ആലം. അല്ലാഹുവിനെ പറ്റി ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹു തആലയാണ്. ആ റബ്ബിന്റെ സിഫത്താണ്, ആ വിശേഷണമാണ് മുദബ്ബിറുൽ ആലം എന്ന വാക്കിലൂടെ സിഎം മടവൂർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ 30 കൊല്ലം മുമ്പ് മരിച്ചു മരണപ്പെട്ട ചിറ്റടിമീത്ര അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന സിഎം മടവൂർ എന്ന് പറയുന്ന മനുഷ്യന് വകവെച്ചു കൊടുക്കുന്നത്. അദ്ദേഹമാണത്രേ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം. അദ്ദേഹമാണത്രേ മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നത്, ലോകം കൺട്രോൾ ചെയ്യുന്നത് അദ്ദേഹമാണ്. മാത്രമല്ല എല്ലാ തസറുഫാത്തും, പടച്ച റബ്ബിന്റെ എല്ലാ കാര്യങ്ങളും യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തെ സാധിക്കുമെന്നാണ് ആ ഉസ്താദ് തന്നെ ശേഷം പറയുന്നുണ്ട്. അടുത്ത ക്ലിപ്പിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം തന്നെ പറയുന്നു എല്ലാം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുമെന്ന്. സഹായാർത്ഥനടുത്ത് നേരിട്ട് ചോദിക്കുക, ഇന്നത് വേണം റസൂലേ, എനിക്ക് ഇന്ന കാര്യം വേണം, മുഹിയുദ്ദീൻ ശൈഖേ ഇന്നത് വേണം, റിഫായി ശൈഖേ വേണം, മമ്പർത്ത തങ്ങളെ വേണം, മടവൂരി ശൈഖുന വേണം എന്ന് പറയുമ്പോ അപ്പൊ അവര് പറയണ എന്തെന്ന്, താങ്കൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, കുറച്ചു നേരം കാത്തിരിക്കുക, വരുമെന്ന് നോക്കട്ടെ, യഥേഷ്ടക്ക് തരാൻ പറ്റൂലല്ലോ എന്നാ എന്തും ചോദിക്കാം, എന്തും ചോദിക്കാം. അപ്പൊ മുഅ്മിനീങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്തും ചോദിക്കാന്ന് പറയുമ്പോ നമുക്ക് എന്തൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടോ അത് ഏത് വിശ്വാസത്തിലാ നമ്മൾ ചോദിക്കുന്നത്? അള്ളാഹുവിന് മറ്റാരും ഒന്നും കൊടുക്കേണ്ടതില്ല. നമുക്ക് വെള്ളം തരുന്നവൻ റബ്ബാണ്, അത് അള്ളാഹ്ക്ക് മറ്റാരും കൊടുക്കേണ്ടതില്ല. ഭക്ഷണം തരുന്നവൻ റബ്ബാണ്, റബ്ബിനാരും കൊടുക്കേണ്ടതില്ല. മഴ തരുന്നവൻ റബ്ബാണ്, കാറ്റ് തരുന്നവൻ റബ്ബാണ്, ജീവൻ തരുന്നവൻ റബ്ബാണ്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അത് അവനിൽ സ്വയം പര്യാപ്തതയുള്ളതാണ്, അതിന് അള്ളാഹുവിന് മറ്റാരും കൊടുക്കേണ്ടതില്ല. അതേസമയം ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകട്ടെ, ഗൗസുൽ ആലം തങ്ങളാകട്ടെ, റിഫായിൻ ശൈഖാകട്ടെ, മമ്പുറത്തെ തങ്ങളാകട്ടെ, മടവൂരി ശൈഖുനയാകട്ടെ, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഉന്നതാധികാരികളായ ഔലിയാക്കളാകട്ടെ, അവരോട് നമ്മൾ ഇതൊക്കെ ചോദിക്കുമ്പോഴോ അവർക്ക് അല്ലാഹ് കൊടുത്തതാണത്, അല്ലാഹ് കൊടുത്തതാണ് അവര് നമുക്ക് തരുന്നത്. അല്ലാഹ്ക്ക് ആരും കൊടുക്കേണ്ടതില്ല. അപ്പൊ കണ്ടോ, ഈ വ്യത്യാസമേ ഉള്ളൂതാ. അല്ലാഹു തആലക്കാരും കൊടുക്കേണ്ട കാര്യം സ്വയമുണ്ട്, മറ്റൊരു കഥ കൊടുത്തതാണ്. എന്താ കൊടുത്തത്? എല്ലാ തസറുഫാത്തും, റഹ്മാനായ റബ്ബിന്റെ എല്ലാ കഴിവുകളും, അല്ലാഹു തആലക്കുള്ള എല്ലാ വിശേഷണങ്ങളും, അതൊക്കെ എല്ലാം കൈകാര്യം ചെയ്യാനുള്ള തദ്ബീർ, മുദബ്ബിർ, എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്ന അള്ളാന്റെ സിഫത്ത് എങ്ങനെ കൂട്ടരെ അള്ളാഹ് പടപ്പിന് കൊടുക്കും? അല്ലാഹു തആല ഏറ്റവും വലിയ തിന്മയായി പഠിപ്പിച്ചെന്താ? അള്ളാഹ്ക്ക് തുല്യന്മാരെ സ്ഥാപിക്കല. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ, വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ വിലക്കാണ്. മനുഷ്യകുലത്തെ വിളിച്ചുകൊണ്ട് ഖുർആനിൽ ആദ്യമായി വിലക്കിയ ഒരു കാര്യം എന്താ? ഫലാ തജ്അലു ലില്ലാഹി അൻദാദ, റഹ്മാനായ റബ്ബിന് നിങ്ങൾ തുല്യന്മാരെ ഉണ്ടാക്കരുത്. നമ്മോട് പഠിച്ചോൻ പറയാ അല്ലാഹ്ക്ക് തുല്യന്മാരില്ല, തുല്യന്മാരുണ്ടാക്കരുത്. പഠിച്ചോൻ തന്നെ എന്ത് ചെയ്യാ? അള്ളാഹിന്റെ കഴിവൊക്കെ മറ്റൊരു കൊടുത്തിട്ട് അവരെ കൊണ്ട് എല്ലാ നിയന്ത്രണം ഏൽപ്പിക്കുകയും ചെയ്യാം. ഇതുണ്ടാകോ? ഇതുണ്ടായാ പിന്നെ എന്താ ഇസ്ലാമിന് ഇവിടെ പ്രസക്തി ഉള്ളത്? അമ്പിയാക്കളൊക്കെ വന്നത് എന്തിനാ? വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹ് ഏകനാണ്, പങ്കുകാരില്ലെന്ന് പറയാനാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹ്ക്ക് തുല്യനായ ആരുമില്ലെന്ന് പഠിപ്പിക്കാനാ. പക്ഷേ ആ സ്ഥാനത്ത്
അള്ളാഹിന്റെ കഴിവുകൾ അല്ല മറ്റു പലർക്കും കൊടുത്തിട്ടുണ്ട്. അവിടെ അള്ളാഹ്ക്ക് സ്വയമുള്ളതാ, മറ്റൊരു അല്ല കൊടുത്തതാ എന്ന് വിശ്വസിച്ചാൽ പിന്നെ കുഴപ്പമില്ല. എന്തും ചോദിക്കാം, എങ്ങനെയും ചോദിക്കാം, എപ്പോഴും ചോദിക്കാം. ഏത് ചോദിച്ചാലും അതൊക്കെ തരാൻ മാത്രമുള്ള കഴിവുണ്ട്. ആ കഴിവൊക്കെ അല്ല കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ല സ്വയം പങ്കുകാരനെ സ്വീകരിച്ചുവെന്നാണോ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല സ്വയം പങ്കുകാരനെ സ്വീകരിച്ചോ? നബി അങ്ങോട്ട് വന്നൊരാൾ പറയുന്നു, മാഷാ അല്ലാഹു അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹും താങ്കളും വിചാരിച്ചതാ ഉണ്ടാവുക. നബിയെ, അല്ലാഹു റസൂലും എന്താണ് ഉദ്ദേശിച്ചത് അത് സംഭവിക്കും. എന്താ നബി തങ്ങൾ ചോദിച്ചത്? അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കുകയാണോ? അള്ളാഹ്ക്ക് നീ എന്നെ തുല്യമാക്കുകയാണോ? അള്ളാഹും റസൂലും ഉദ്ദേശിച്ചാൽ എന്ന് പറയുമ്പോഴേക്ക് നീ എന്നെ അള്ളാഹിനോട് തുല്യമാക്കുകയാണോ എന്നാണ് നബി തങ്ങൾ ചോദിച്ചത്. വാള് തൂക്കിയിടാൻ ഒരു മരം വേണം, ബറക്കത്തിനായി, അനുഗ്രഹത്തിനായി വാള് തൂക്കാൻ മരം വേണമെന്ന് പറയുമ്പോ നബി തങ്ങളുടെ പ്രതികരണം എന്താ? ഇത് ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ്. ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതല്ലേ ഇസ്ലാമിന്റെ അധ്യാപനം? ആ സ്ഥാനത്താണ് CM മടവൂര്, അതേപോലെ മറ്റൗലിയാക്കന്മാര്, മുഹീദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ് അടക്കമുള്ളവരൊക്കെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു, ലോകം മുഴുവൻ കൈകാര്യം ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ആ ഷെയ്ഖിന്റെ മഹത്വങ്ങൾ പറയാൻ, ആ ഷെയ്ഖിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാൻ, ആ ഷെയ്ഖിന്റെ പേരിൽ തമസ്സുലാക്കാനാണ് ഇത്തരം വേദികൾ പോലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്.